പ്രൈസ് ദി ലോർഡ്. യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 1, 2024. ക്രൈസ്തവ എഴുത്തുപുര എന്ന പ്രസ്ഥാനം ആരംഭിച്ചിട്ട് 10 വർഷം തികയുന്ന ദിവസമാണെന്ന്. ഒത്തിരി സന്തോഷവും അഭിമാനത്തോടെ ദൈവസന്നിധിയിൽ നിൽക്കുവാൻ കർത്താവ് സഹായിക്കുന്നു. ഒത്തിരി കാര്യങ്ങൾ എടുത്തു പറയാനുണ്ടെങ്കിലും ക്രൈസ്തവ എഴുത്തുപുര എന്ന പ്രസ്ഥാനം സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഒരു മീഡിയ അല്ലെങ്കിൽ ഒരു റൈറ്റേഴ്സ് ഫോറം എന്ന നിലയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രസ്ഥാനമാണ് ക്രൈസ്തവ എഴുത്തുപുര. പക്ഷേ ഇന്ന് കഴിഞ്ഞ 10 വർഷങ്ങളിലെ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പല ചർച്ചസ്, പല ഓർഗനൈസേഷനോട് ഒരുമിച്ച് പാർട്ട്ണർഷിപ്പിൽ ഒത്തിരി കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യാൻ കർത്താവ് സഹായിച്ചു. മിഷൻ പ്രവർത്തനങ്ങൾ, ആതുര സേവനങ്ങൾ, ശ്രദ്ധ എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ, അപ്പർ റൂമിൻ്റെ പ്രെയർ വിങ്ങുകൾ, ഡെയിലി പത്രം, മന്ത്ലി മാഗസിൻ, ഇഗ്നൈറ്റർ ഇംഗ്ലീഷ് മാഗസിൻ മുതലായ കാര്യങ്ങളിൽ ക്രൈസ്തവ എഴുത്തുകാരുടെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു നിൽക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയപ്പെടേണ്ട കാര്യങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനേക രാജ്യങ്ങളിൽ ചാപ്റ്റേഴ്സ് സ്ഥാപിക്കുവാനും അവിടെയുള്ള അതാത് രാജ്യങ്ങളിലെ പ്രവർത്തകർ കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഐക്യതയോടെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി വിവിധ കാര്യങ്ങൾ ചെയ്യുന്നത് കണ്ട് കർത്താവിന് മഹത്വം കരയേറ്റുവാൻ സഹായിക്കുന്നത് ഓർത്ത് കർത്താവിന് സകല മഹത്വവും മാനവും അർപ്പിക്കുകയാണ്. ഈ 10ാമത്തെ വർഷത്തിൽ നോക്കുമ്പോൾ നന്ദിയല്ലാതെ ഒന്നും പറവാൻ ദൈവസന്നിധിയിലില്ല. ഒരു യങ് ജനറേഷനെ ക്രിസ്തുവിന് വേണ്ടി നിലനിർത്തുക, ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി നിർത്തുക എന്ന ലക്ഷ്യമാണ് ക്രൈസ്തവ എഴുത്തുപുരയ്ക്കുള്ളത്. 10 വർഷം നിൽക്കുന്ന ഈ സമയത്ത് ഞങ്ങൾ ക്രൈസ്തവ എഴുത്തുകാരുടെ അഭ്യുദയകാംക്ഷികളോട് ഒരു വാക്കിൽ നന്ദി പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ക്രൈസ്തവ എഴുത്തുകാരോട് നിങ്ങൾ കാണിച്ചിട്ടുള്ള എല്ലാ സ്നേഹത്തിനും, എല്ലാ സഹകരണങ്ങൾക്കും, ചെറിയ തുടക്കം തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കാണിച്ച എല്ലാ കൂട്ടായ്മകൾക്കും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി നിങ്ങൾ ഓരോരുത്തരോടും അറിയിക്കുകയാണ്. തുടർന്നും നിങ്ങളുടെ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ www.christavaezhuthupura.com എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതത് വാർത്തകൾ, കാര്യങ്ങളൊക്കെ കാണുവാൻ സാധിക്കുമെങ്കിൽ ഒരു വ്യക്തിയെ പോലും വ്യക്തിഹത്യ ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ചർച്ചിൻ്റെ പൊളിറ്റിക്സോ അല്ലെങ്കിൽ മറ്റിതര കാര്യങ്ങൾ ആരെങ്കിലും താഴ്ത്തിക്കെട്ടുവാൻ വേണ്ടിയോ ഒരു ആർട്ടിക്കിളോ ഒരു ലേഖനങ്ങളോ ഞങ്ങൾ എഴുതാറില്ല, അത് പബ്ലിഷ് ചെയ്യാറില്ല. അത് ക്രൈസ്തവ എഴുത്തുകാരുടെ ഒരു പ്രത്യേകതയാണ്. കാര്യം എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുവാനും കരുതുവാനും എല്ലാ ചർച്ചസിനും ഡിഫറെൻറ്റ് ഡിനോമിനേഷനെ എല്ലാം സ്നേഹിക്കുവാനും അവരോടൊപ്പം നിന്ന് ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി പ്രയോജനപ്പെടുവാനും അവരെല്ലാം ചേർത്ത് നിർത്തുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശ്രമമാണ് ക്രൈസ്തവ എഴുത്തുപുരയിലൂടെ ഞങ്ങൾ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും പറയുന്ന ഒരു കാര്യം, ക്രൈസ്തവ എഴുത്തുപുരയിലെ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രവർത്തകരെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഈ ഒരു സമയത്ത് കർത്താവിന് നന്ദി കരയേറ്റാം. ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി തുടർന്ന് നമുക്ക് പ്രയോജനപ്പെടാം. ഈ സമയത്ത് ജനറൽ കൗൺസിലുള്ള സഹോദരങ്ങളെ ഞാൻ ഓർക്കുന്നു. അതിനുവേണ്ടി ഒത്തിരി അധ്വാനം ചെയ്യുന്ന, ദിനവും ഓരോ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്യുന്ന ക്രൈസ്തവരുടെ പ്രവർത്തകരുണ്ട്. എല്ലാവരും വോളണ്ടറി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു. ഡെയിലി ഈവനിങ്ങിൽ പത്രം, ഇന്ത്യൻ ടൈം ഈവനിങ്ങിൽ പത്രം റിലീസ് ആകുന്നുണ്ട്. മന്ത്ലി മാഗസിൻ എവറി മാസത്തിൻ്റെ മധ്യസമയങ്ങളിൽ അത് റിലീസ് ആകുന്നുണ്ട്. എവറി മന്തിൻ്റെ 3rd വീക്ക് സൺഡേയിൽ ഇഗ്നൈറ്റർ എന്ന ഇംഗ്ലീഷ് മാഗസിൻ റിലീസ് ആകുന്നുണ്ട്. വിവിധമായ മാധ്യമങ്ങളിലൂടെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ മാധ്യമങ്ങളിലൂടെ ഒത്തിരി ഷോർട്ട് മെസ്സേജസ്, ലൈവ് എല്ലാ കാര്യങ്ങളിലും നടക്കുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണങ്ങൾ, എല്ലാവരുടെയും പ്രചോദനം ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ്. താങ്ക് യു വൺസ് അഗെയിൻ. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ക്രൈസ്തവ എഴുത്തുവരെയും അതിൻ്റെ പ്രവർത്തനങ്ങളെ ഓർത്തുകൊണ്ടും പ്രാർത്ഥിക്കുക. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.